السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده وجميع مشائخنا الأزهرية الشالياتية والرضوية وجميع المؤمنين والمؤمنات. بسم الله الرحمن الرحيم. أنتم الأعلون إن كنتم مؤمنين. صدق الله العظيم. قال رسول الله صلى الله عليه وسلم: الإيمان بضع وسبعون شعبة فأفضلها قول لا إله إلا الله وأدناها إماطة الأذى عن الطريق والحياء شعبة من الإيمان. صدق رسول الله صلى الله عليه وسلم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ സലാമത്താക്കി ഇരുവീട്ടിലും വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ ഒരു നിഅമത്താണ്. ഈമാനിനേക്കാളും വലിയ മുതൽ സമ്പത്ത് വേറെ ഇല്ല. ഈമാനാണ് നമുക്ക് ഇരുവീട്ടിലും വിജയം ലഭിക്കാൻ, അബദിയായ വിജയം ലഭിക്കാൻ പ്രധാനപ്പെട്ട ഒരു വസ്തു. ഈമാൻ അടിസ്ഥാനപരമായി തസ്ദീഖും ബിൽ ഖൽബ്, മനസ്സുകൊണ്ടുള്ള തസ്ദീഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിങ്കിൽ നിന്ന് എന്തെല്ലാം കൊണ്ടുവന്നു അതെല്ലാം മനസ്സിൽ ഉറപ്പിക്കുക, തസ്ദീഖ് ചെയ്യുക, വിശ്വസിക്കുക, വാസ്തവമാക്കുക, അതാണ് ഈമാൻ. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈമാൻ എന്ന വസ്തുവിൻ്റെ ഒരുപാട് അലാമാത്ത്, അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലും പരിശുദ്ധ ഹദീസുകളും എല്ലാം ഈമാൻ എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞ, ഈമാനിൽ പെട്ടത് എന്ന് പറഞ്ഞത് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരൊറ്റ വാക്കിൽ പറഞ്ഞ ഒരു പുണ്യ ഹദീസാണ് അൽ ഈമാനു ബിദ്ഉം വസബ്ഊന ശുഅബ. ഈമാനിൻ്റെ 70 ചില്ലാരം, അതായത് 70-നേക്കാളും കൂടുതൽ അടയാളങ്ങളുണ്ട് എന്ന് ഈ ഹദീസിൽ കാണാം. അതുപോലെ ധാരാളം ഹദീസുകളിൽ അതിൻ്റെ ഈമാനിൻ്റെ ഒരുപാട് അടയാളങ്ങൾ അടയാളപ്പെടുത്തിയതായിട്ടും കാണാം. ഫവായിദുൽ മിൻഹാജ്, കിതാബുൻ നസാഹിഹ്, അതുപോലെ ശുഅബുൽ ഈമാൻ എന്ന ഗ്രന്ഥങ്ങളെല്ലാം, അതുപോലെ വസ്ഫുൽ ഈമാനി വ ശുഅബുഹ് എന്ന ഗ്രന്ഥങ്ങളെല്ലാം വിശദമായി പറയുകയും ബഹുമാനപ്പെട്ട ഉംദത്തുൽ ഖാരി മുസന്നിഫ് ബദ്രുദ്ദീൻ ഐനി റഹ്മത്തുള്ളാഹി അലൈഹി ഉംദത്തുൽ ഖാരി 1-ാം വാല്യം 200-ാമത്തെ പേജിൽ അത് വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം അബി ഹാത്തിം ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ വസ്ഫുൽ ഈമാനി വ ശുഅബു എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ എഴുതിയത് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹ് മുസ്ലിം 1-ാം വാല്യം 47 പറഞ്ഞത് കാണാം. തതബ്ബഅതു മഅന ഹാദൽ ഹദീസി മുദ്ദത്തൻ വഅദത്തു ത്വാആതി ഫഇദാ ഹിയ തസീദു അലാ ഹാദൽ അദദി ശൈഅൻ കസീറ ഫറജഅതു ഇല സുനനി ഫഅദത്തു കുല്ല ത്വാഅത്തിൻ അദ്ദഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഈമാൻ ഫഇദാ ഹിയ തൻഖുസു അനിൽ ബിദ്ഇ വസബഈന فرجعت إلى كتاب الله تعالى فقرأته بالتدبر وعددت كل طاعة أدى الله تعالى من الإيمان فإذا هي تنقص عن البضع والسبعين فضممت الكتاب إلى السنن وأسقطت المعاد فإذا كل شيء أداه الله ورسوله من الإيمان 79 شعبة لا تزيد عليها ولا تنقص فعلمت أن مراد النبي صلى الله عليه وسلم هذا العدد في الكتاب والسنن. അതായത് ബഹുമാനപ്പെട്ട
അബൂ ഹാത്തിം ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി വസ്ഫുൽ ഈമാൻ ശുഅബിൽ രേഖപ്പെടുത്തിയത്, അതുപോലെ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശറഹ് മുസ്ലിമിലൊക്കെ രേഖപ്പെടുത്തിയതായ, അതായത് കാലങ്ങളായി ഈ ഹദീസിൻ്റെ വിശദീകരണം ഞാൻ പരിശോധിച്ച് നോക്കുന്നതും, അങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ഈമാനിൽ പെട്ടതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ത്വാആത്തുകളെയും എണ്ണി നോക്കുമ്പോഴോ അത് ഈ എണ്ണത്തേക്കാളും 70 ചില്ലാരം എണ്ണത്തേക്കാളും കുറയുന്നതായിട്ടാണ് കണ്ടത്. അങ്ങനെ ഹദീസുകളും പരിശോധിച്ച് നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അത് ഖുർആനും ഹദീസും പരിശോധിച്ച് നോക്കുമ്പോൾ, വേറെ വേറെ പരിശോധിക്കുമ്പോൾ അത് 70 ചില്ലാരത്തേക്കാളും കുറവാണ് കാണുന്നത്. എന്നിട്ട് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതും ഹദീസുകളിൽ പറഞ്ഞതും അടക്കപ്പെട്ടത് തക്രാറുള്ളതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ നോക്കുമ്പോൾ അള്ളാഹും അവൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണതായ മുഴുവൻ സംഗതികളും ഈമാനിൽപ്പെട്ടതെന്ന് പറഞ്ഞ വിഷയം നോക്കുമ്പോൾ 70 ചില്ലാരം, അത് 79 കിട്ടി എന്നും എണ്ണാൻ കഴിഞ്ഞു എന്നും അപ്പോൾ എനിക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിൽ ബിദ്ഉം വ സബ്ഊന എന്ന് പറഞ്ഞത് തിസ്ഉം വ സബ്ഊന എന്നത് നമുക്ക് എണ്ണിയപ്പോൾ ലഭിച്ചു എന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുറാദ് അങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹാത്തിം ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ രേഖപ്പെടുത്തുകയാണ്. ഏതായാലും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ഒരു സംഗതി 70 ചെല്ലാരം, ബഹുമാനപ്പെട്ട ബദ്റുദ്ദീൻ ഐനി റഹ്മത്തുള്ളാഹി അലൈഹി ഉംദത്തുൽ ഖാരി ശറഹുൽ ബുഖാരിയിൽ ഈ ഹദീസുമായി ബന്ധപ്പെട്ട ഏകദേശം 77 ശുഅബകൾ, 77 ശാഖകൾ ഈമാനിൻ്റെത് ബഹുമാനപ്പെട്ടവർ എണ്ണിയിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ഈമാൻ അതിൻ്റെ അസ്ല് തസ്ദീഖും ബിൽ ഖൽബ്. അതേ സ്ഥാനത്ത് കാമിലായ ഈമാനിന് വേണ്ടി തസ്ദീഖും ബിൽ ഖൽബോടുകൂടെ ഇഖ്റാറും ബിൽ ലിസാൻ അമലും ബിൽ അർക്കാൻ. അസ്ല് ഈമാന് തസ്ദീഖും ബിൽ ഖൽബ്, അതോടുകൂടെ ഇഖ്റാറും ബിൽ ലിസാനും വേണ്ടതുണ്ട്. അതേ സ്ഥാനത്ത് കാമിലായ ഈമാനിന് വേണ്ടി തസ്ദീഖും ബിൽ ഖൽബ്, ഇഖ്റാറും ബിൽ ലിസാൻ, അമലും ബിൽ ജവാരിഹി, അതായത് അമലും ബിൽ അർക്കാനി, അമലും ബിൽ ആളായി, അതെല്ലാം ഉൾക്കൊള്ളിക്കുമ്പോഴാണ് ഈ ശുഅബുൽ ഈമാന്റെ ഈ 3 ഖിസ്മുകളും ബഹുമാനപ്പെട്ട ബദ്റുദ്ദീൻ ഐനി റഹ്മത്തുള്ളാഹി അലൈഹി എണ്ണിപ്പറഞ്ഞത് കാണാം. കാമില ഈമാനിന് വേണ്ടിയിട്ട് ഖൽബിൻ്റെ തസ്ദീഖോടുകൂടെ ലിസാനുകൊണ്ടുള്ള ഇഖ്റാറോടുകൂടെ അവയവങ്ങളെ കൊണ്ട് അമലും വേണം. അതായത് വിശ്വാസത്തോടുകൂടെ അമാലും നമുക്ക് വേണ്ടതുണ്ട് കാമില ഈമാൻ ആക്കാൻ വേണ്ടി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങൾ ഖിയാമത്ത് നാളുടെ ഒരുപാട് അടയാളങ്ങൾ ഒരുപാട് ഹദീസുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു കിതാബുൽ ഫിത്തനിൽ ഉദ്ധരിച്ച ഹദീസ്, ഇദത്തുഖിദൽ ഫൈഉ, അങ്ങനെ അവസാനം സകാത്തു മഗ്റമ വതുഅല്ലിമ ലി ഗൈരിദ്ദീൻ, അതുപോലെ ലഹറത്തിൽ അസ്വാതു ഫിൽ മസാജിദ്, സക്കാത്തൊക്കെ കൊടുക്കാത്ത ഒരു കാലഘട്ടം, ദീനിന് വേണ്ടി അല്ലാതെ പഠിക്കുന്ന കാലഘട്ടം, പള്ളികളിൽ നിന്ന് ശബ്ദങ്ങൾ ഉയരുന്ന ആ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാളുടെ ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞു. ഇമാം തുർമുദി തങ്ങൾ കിതാബുൽ ഫിത്തനിൽ ഉദ്ധരിച്ചു. അതുപോലെ മറ്റൊരു ഹദീസിൽ ലം തൽഹറിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅ്ലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹിം തഅഊൻ വൽ ഔജാഉ ലത്തി ലം തകുൻ മളത് എന്ന് തുടങ്ങിയ ഒരു നീണ്ട ഒരു ഹദീസ് ഇബ്നു മാജ റളിയല്ലാഹു അൻഹു കിതാബുൽ ഫിത്തൻ സുനൻ ഇബ്നു മാജയിലെ കിതാബുൽ ഫിത്തനിലും ഉദ്ധരിച്ചു. ഇങ്ങനെ ഖിയാമത്ത് നാളിൻ്റെ ഒരുപാട് അടയാളങ്ങൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇബ്നു മാജയും തുർമുദിയും റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്ത വ്യത്യസ്തമായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഖിയാമത്ത് നാളിലെ അടയാളങ്ങൾ പറഞ്ഞ ഇദത്തുഖിദൽ ഫൈഉ എന്ന ആ ഹദീസിന്റെ ഉക്രിമർ റജുലു മഖാഫത ശർറിഹി, മറ്റുള്ളവരുടെ ഷർറ് പേടിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചില ആളുകളൊക്കെ ബഹുമാനിക്കപ്പെടുക എന്നും അങ്ങനെ ഒരുപാട് അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുപോലെ ഇബ്നു മാജ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലും പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലം തൽഹറിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅ്ലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹിം തഅഊൻ. ജനങ്ങളിൽ നീചപ്രവർത്തനങ്ങൾ ഇങ്ങനെ കൂടുമ്പോൾ ഇവിടെ പല വിധത്തിലുള്ള രോഗങ്ങൾ വെളിവാകുമെന്നും പല വിധത്തിലുള്ള രോഗങ്ങൾ പരക്കുമെന്നും അവിടെ പറഞ്ഞ സ്ഥലത്ത് കാണാം. വലം യംനഉ സകാത്ത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖത്ര മിനസ് സമാഇ
വലൗലൽ ബഹാഇമു ലം യുംതറു, അതായത് ജനങ്ങളൊക്കെ സക്കാത്ത് കൊടുക്കാതിരിക്കുമ്പോൾ മഴ വർഷിക്കപ്പെടുകയില്ല എന്നും അതേ സ്ഥാനത്ത് നാക്കാലികളില്ലായിരുന്നെങ്കിൽ അവർക്ക് മഴ തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഏതായാലും നമുക്ക് ഈ കാര്യത്തിലൊന്ന് ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതുണ്ട്. ഈമാൻ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ശുഅബുൽ ഈമാൻ, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ആ അടയാളങ്ങളെല്ലാം ശുഅബുൽ ഈമാൻ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥം തന്നെ മഹാനവറുകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് ബിൻ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുൻ നസ്വാഹിഹ്, അതുപോലെ ഇമാം അബൂ ഹാത്തിം ഇബ്നു ഹിബ്ബാൻ വസ്ഫുൽ ഈമാൻ ശുഅബു എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥം അതിനെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ബദറുദ്ദീൻ അൽ ഐനി റഹ്മത്തുള്ളാഹി അലൈഹി ഉംദത്തുൽ ഖാരി 1-ാം വാല്യം 200-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, കാരണം ശുഅബുൽ ഈമാൻ 70 ചില്ലാറുമുണ്ട് എന്ന് പറഞ്ഞതിൽ 2 നിലക്കാണ്. ഒന്ന് ഖൗലി, മറ്റൊന്ന് ഫെയിലി. ഖൗലിയാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്. ഖൗലിയായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ ഫഇലിയായത് ഇമാതത്തുൽ അദാ അനി ത്വരീഖ്. അതുപോലെ 2 നിലക്കുള്ള ശുഅബത്ത്, ഒന്ന് ഫഇലിയാണ്, ഒന്ന് തർക്കിയാണ്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെയ്യാനുള്ളതാണ്. ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, വൈമദ്ദത്തുൽ വസ്തുക്കളൊക്കെ മാറ്റുക എന്ന് പറയുന്നത് അത് തർക്കിയാണ്. അതോടുകൂടെ ശുഅബുൽ ഈമാന്റെ ഈ 2 ഭാഗം, ഒന്ന് ഹുഖൂഖുള്ള, രണ്ടാമത്തത് ഹുഖൂഖുൽ ഇബാദാണ്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹുഖൂഖുള്ളയിൽപ്പെട്ടതാണ്, ഇമാതത്തുൽ അദാ അനി ത്വരീഖ് ഹുഖൂഖുൽ ഇബാദിൽപ്പെട്ടതാണ്. ഇങ്ങനെ 2 നിലക്കാണ് പരിശുദ്ധ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈമാന്റെ ശാഖകൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈമാന്റെ പരിശുദ്ധ ഖുർആനിൽ ഈമാന്റെ മഹല്ല് പറഞ്ഞത് ഖൽബാണ്, മനസ്സാണ്. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അതുപോലെ മിനല്ലദീന ഖാലു ആമന്നാ ബി അഫ്വാഹിഹിം വലം തുഅ്മിൻ ഖുലൂബുഹും എന്ന ആയത്തുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാന്റെ മഹല്ല് ഖൽബായിട്ട് പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈമാനിക വിഷയത്തിൽ നാം ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. ഈമാൻ കാമിലിന്റെ ഈ ഇനങ്ങളെല്ലാം പറഞ്ഞത്, പ്രത്യേകിച്ചും ഈമാന്റെ ശുഅബകൾ 77-ഓളം ബഹുമാനപ്പെട്ട ബദറുദ്ദീൻ ഐനി റഹ്മത്തുള്ളാഹി അലൈഹി ഉംദത്തുൽ ഖാറിൽ പറഞ്ഞു. അതിൽ 30ഓളം അഖായിദിനോട് ബന്ധപ്പെട്ടതാണ്. പിന്നെ 40ഓളം അഅ്മാൽ ശരീരത്തിനോട് ബന്ധപ്പെട്ടതാണ്. പിന്നെ 7 നാവിനോട് ബന്ധപ്പെട്ട, ഇങ്ങനെ 77 അടയാളങ്ങൾ ഈമാന്റെ ശുഅബകൾ ബദറുദ്ദീൻ ഐനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. അതിൽ ഒന്നാമത്തത് ബഹുമാനപ്പെട്ട ബദറുദ്ദീൻ ഐനി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി, ബഹുമാനപ്പെട്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ പ്രധാനപ്പെട്ട ഹദീസിൽ 77ഓളം അടയാളങ്ങൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. അതിൽ ഒന്നാമത്തതാണ് അഖായിദിനോട് ബന്ധപ്പെട്ട, വിശ്വാസവുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ടവർ 30ഓളം എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തത് അഅ്മാല് ശരീരത്തിനോട് ബന്ധപ്പെട്ടത്, അത് 40ഓളം ബഹുമാനപ്പെട്ടവർ എണ്ണിപ്പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ ഖിസ്മ് അഅ്മാലിനോട് 7ഓളം ബഹുമാനപ്പെട്ടവർ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. ആ 7ൽ ഒന്നാമത്തത് തൗഹീദും നാവിനോട് ബന്ധപ്പെട്ടതാണ് 7ഓളം പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് തൗഹീദ് റിസാലത്ത് കൊണ്ടുള്ള ഇഖ്റാർ, അതാണ് നാവിൻ്റെ ശുഅബ. രണ്ടാമത്തത് പരിശുദ്ധ ഖുർആൻ ഓതുക. മൂന്നാമത്തത് ദീനിയ ഇൽമ് കരസ്ഥമാക്കുക. നാലാമത്തത് ദീനി ഉലൂമ് പഠിക്കുക. മൂന്നാമത്തത് ദീനിയ ഇൽമ് പഠിക്കുക, നാലാമത്തത് ദീനിയ ഇൽമ് പഠിപ്പിക്കുക. അതുപോലെ ദുആ ചെയ്യുക. ആറാമത്തത് ദിക്ർ ചൊല്ലുക. അതിൽ ഇസ്തിഗ്ഫാറും മറ്റും പ്രവേശിച്ചിട്ടുണ്ട്. 7ാമത്തത് അനാവശ്യമായ വാക്കുകളെ തൊട്ട് സൂക്ഷിക്കുക. ഇങ്ങനെ തുടങ്ങിയ 7ഓളം നാവിനോട് ബന്ധപ്പെട്ട വിഷയം ബഹുമാനപ്പെട്ട ഉംദത്തുൽ ഖാരി ബദറുദ്ദീൻ ഐനി റഹ്മത്തുള്ളാഹി അലൈഹി ഉംദത്തുൽ ഖാരി ശർഹ് സ്വഹീഹ് ബുഖാരിലൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ നിബ്രാസിലും മറ്റും ഗ്രന്ഥങ്ങളെല്ലാം മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. മാത്രമല്ല ഇവിടെല്ലാം നാം ചിന്തിക്കേണ്ടത് അസ്ലി ഈമാന് തസ്ദീഖും ബിൽ ഖൽബാണ്, ഇഖ്റാറും ബിൽ ലിസാനോടുകൂടെ അതൊരു ഷർത്തും. അതോടുകൂടെ അങ്ങനെ ആകുമ്പോൾ ഒരാൾ മുഅ്മിനാകും. അതേ സ്ഥാനത്ത് ഈ കാര്യങ്ങളെല്ലാം ഖൗലും ഫഇലും രണ്ടും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇമാതത്തുൽ അദാ അനി ത്വരീഖ് എന്ന് പറയുമ്പോൾ അഖ്വാലും അഫ്ആലും നാം ശരിപ്പെടുത്തേണ്ടതുണ്ട്. അതോടുകൂടെ
അള്ളാഹുവിൻ്റെ ഹുക്കൂക്കും അടിമകളുടെ ഹുക്കൂക്കും നാം പാലിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കാമിലായ മുഅ്മിനീങ്ങളാകാൻ നമുക്ക് സാധിക്കും. അതോടുകൂടെ നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ അള്ളാഹുവിൻ്റെ ഇത്വാഅത്ത് അതുപോലെ ഈമാനിനെ കാമിലാക്കാൻ എത്രമാത്രം പരിശ്രമിച്ചിരുന്നു എന്ന് നമ്മുടെ മുൻഗാമികളുടെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ലഖാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ജൗഹറത്തു തൗഹീദിൽ പറഞ്ഞതുപോലെ കുല്ലു ഖൈറിൻ ഫിത്തിബാഇ മൻ സലഫ് വകുല്ലു ഷർറിൻ ബിബ്തിദാഇ മൻ ഖലഫ്. നമ്മുടെ മുൻഗാമികളായ മഹാന്മാരോട് ഞങ്ങൾ പിൻപറ്റുമ്പോൾ നമുക്ക് പല നിലക്കുള്ള ഖൈറുകൾ ഉണ്ടാകും. നമ്മൾ പുതിയ പുതിയ ആളുകളോട് പുതിയ പുതിയ ബിദ്അത്തുകാരോടോ മറ്റോ പിൻപറ്റിയാൽ നമുക്ക് സകല ഷർറുകളും ഉണ്ടാകും എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ലഖാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പഠിപ്പിച്ചത് ജൗഹറത്തു തൗഹീദിൽ കാണാം. അതുപോലെ നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ എത്രമാത്രം ഇത്വാഅത്തിന്റെ കാര്യം ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് മുൻഗാമികളുടെ ചരിത്രത്തിൽ നിന്ന് മറ്റും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഒരു ഹദീസ് 1-ാം വാല്യം 333-ാമത്തെ പേജിൽ പറഞ്ഞ ഒരു ഹദീസ്. കള്ളുകുടി എന്ന് പറയുന്നത് അറബ് രാജ്യത്തിൽ വ്യാപകമായിട്ടുണ്ടായിരുന്നു. അറബികളുടെ ഓരോ അവയവങ്ങളും കള്ളിൽ മുഖ്യതുപോലെയായിരുന്നു. അത്രമാത്രം കള്ളിൻ്റെ അടിമകളായിരുന്നു അറബികൾ. ആ സമയത്ത് ഒരു കൽപ്പനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാഗത്തിൽ നിന്നുണ്ടായത്. അലാ ഇന്നൽ ഖംറ ഖദ് ഹുരിമത്. സൂറത്തുൽ മാഇദയുടെ ഇന്നമൽ ഖംറുൽ മൈസിർ ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്നൽ ഖംറ ഖദ് ഹുരിമത്, അറിയണേ കള്ള് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു പ്രഖ്യാപനം കേട്ടപ്പോൾ സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അബൂ തൽഹ റളിയല്ലാഹുവിന്റെ കൂടെ അബൂ തൽഹ റളിയല്ലാഹുവിന്റെ വീട്ടിൽ കള്ള് കുടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം കേട്ടത്. ആ സമയത്ത് ഇത് കേട്ടപ്പോൾ, ഇതാ കള്ള് ഹറാമാക്കപ്പെട്ടു എന്ന ആ നിത കേട്ടപ്പോൾ, ആ ശബ്ദം കേട്ടപ്പോൾ, ഇതാ ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, കള്ളെല്ലാം പുറത്തേക്ക് ചാടുക. അങ്ങനെ നാം എല്ലാവരും കള്ള് പുറത്ത് ചാടുമ്പോൾ മദീനയിൽ കച്ചറ വെള്ളം പോയതുപോലെ ഇതാ കള്ളുകളെല്ലാം ഒലിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് അത്രമാത്രം ഇത്വാഅത്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കലോടുകൂടെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കള്ള് അവയങ്ങളിലെല്ലാം മുങ്ങിരുന്ന അത്രമാത്രം സ്നേഹമുണ്ടായിരുന്ന കള്ളിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പന കേട്ടപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചു എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരി 1-ാം വാല്യം 333-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഇത്തിബാഉ ശരീഅത്തിന്റെ കാര്യം, ശരീഅത്തിനോട് പിൻപറ്റുക എന്ന് പറയുന്ന കാര്യം നമ്മുടെ മുൻഗാമികളിൽ എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ദാവൂദ് തങ്ങൾ ഒരിക്കൽ ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. കടലിൻ്റെ ഇക്കരെ ഉണ്ടായപ്പോൾ ഒരാൾ ഒരു അത്വസ തുമ്പി, എന്നിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ഈ അത്വാസ് ചെയ്ത തുമ്മി ആൾക്ക് തശ്മീദ് ചെല്ലാൻ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നതിന് മുമ്പ്, യർഹമുക്കല്ലാഹ് എന്ന് പറയും മുമ്പ് ആ തുമ്പി ആളുടെ കപ്പൽ മുന്നോട്ട് പോയി. ആ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു മറ്റൊരു കപ്പൽ തോണി 1 ദിർഹം കൊടുത്തിട്ട് ഇതാ ആ തുമ്മി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാക്ക് യർഹമുക്കല്ലാഹ് എന്ന് പറയാൻ വേണ്ടി ആ കപ്പലിൽ കയറിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞു. ഒരാൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ അതിന് മറുപടി യർഹമുക്കല്ലാഹ് എന്ന് പറയൽ സുന്നത്തുണ്ടല്ലോ, ചില പണ്ഡിതന്മാർ വാജിബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ മറുപടിയിൽ യർഹമുക്കല്ലാഹ് എന്ന് പറയാൻ വേണ്ടി മറ്റൊരു കപ്പൽ തോണി എടുത്തിട്ട് പോവുകയാണ്. ആ സമയത്ത് ആ തുമ്പിയ മനുഷ്യൻ യഹ്ദീകുമുല്ലാഹ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇമാം അബൂ ദാവൂദ് തങ്ങൾ അത് കേട്ട് തിരിച്ചു വരികയാണ്. കൂടെയുള്ള ആളുകളൊക്കെ ചോദിച്ചു, എന്തിനാണ് ഇത്ര പ്രയാസപ്പെടേണ്ട ആവശ്യങ്ങൾ? ആ സമയത്ത് അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സാധ്യമായ ഒരു കാര്യം, അദ്ദേഹം ഒരു മുസ്തജാബു ദഅവാത്താണെങ്കിലോ ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളാണെങ്കിലോ എനിക്ക് യർഹമുക്കല്ലാഹിന്റെ ജവാബിൽ അയാൾ യഹ്ദീകുമുല്ലാഹു എന്ന് പറഞ്ഞാൽ ആ ദുആ എൻ്റെ ഹക്കിൽ സ്വീകാര്യമാവൂലേ എന്ന് ചിന്തിച്ചു കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. സുബ്ഹാന ജല്ല ജലാലുഹു. മഹാന്മാർ പറയുന്നു, ആ യാത്രവേളയിൽ ആ കപ്പലിൽ യാത്ര ചെയ്യുന്ന, തോണിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ, ആ മുസാഫിരീങ്ങളൊക്കെ ഉറങ്ങിയപ്പോൾ ഒരു ഗൈബിയായ ശബ്ദം
ഒരു അശരീരി ശബ്ദം കേൾക്കാൻ സാധിച്ചു. അബൂദാവൂദ് റളിയല്ലാഹു അൻഹു ഒരു ദിർഹമിന് പകരം അള്ളാഹുവിങ്കൽ നിന്ന് സ്വർഗം വാങ്ങിയിട്ടുണ്ട് എന്ന് ഒരു അശരീരി ശബ്ദം കേൾക്കാൻ സാധിച്ചു എന്ന് ബഹുമാനപ്പെട്ട ഹാഷ്യത്തു അല്ലാമ ഷൻവാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഹാഷ്യത്തു ഷൻവാനി അല മുഖ്തസിർ ബിൻ ജംറ അബി ജംറ അതായത് ജംഉൻ നിഹായിൽ 290 പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രമാത്രം മഹാന്മാർ ഇത്തിബാഉ സുന്നത്തിന് വേണ്ടി ഇത്തിബാഉ ശരീഅത്തിന്റെ കാര്യം അത്രമാത്രം നമ്മുടെ മുൻഗാമികൾ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടുകൂടെ നമ്മുടെ മുൻഗാമികളായ മഹാന്മാരുടെ ഈസാറ് വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, തനിക്ക് എത്ര ആവശ്യമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ കാര്യം ആവശ്യങ്ങൾ തീർക്കുക എന്ന ആ മഹത്തായ സ്വഭാവം അതിന്റെ വിശദീകരണത്തിൽ ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ മദാരികി തൻസീൽ തഫ്സീർ നസഫിലൊക്കെ പറഞ്ഞതുപോലെ അബൂ തൽഹ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നപ്പോൾ കുട്ടികളൊക്കെ ഉറക്കി സ്വന്തം ചവച്ച പോലെ ചെയ്ത് അങ്ങനെ അതിഥിക്ക് ഭക്ഷണം കൊടുത്ത് നമുക്കില്ലെങ്കിലും അതിഥിക്ക് ഭക്ഷണം കൊടുക്കണം എന്നതിലേക്ക് ചെയ്ത ആ ചരിത്രം വളരെ പ്രസിദ്ധമാണ്. അതോടുകൂടെ ഈസാറിന്റെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഖതീബുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി താരീഖ് ബഗ്ദാദ് 3-ാം വാല്യം 2-ാമത്തെ പേജിൽ പറഞ്ഞതുപോലെ ഇമാം വാഖിദി റളിയല്ലാഹുവിന്റെ ഒരു ചരിത്രം. ഇമാം വാഖിദി തങ്ങൾ പറയാണ്, ഒരിക്കൽ ഞാൻ വലിയ ഒരു പ്രയാസത്തിൽ ദാരിദ്ര്യത്തിന്റെ ഊക്കിൽ എനിക്ക് വല്ലാത്ത വിഷമങ്ങൾ വന്നു. എത്രമാത്രം പ്രയാസം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വിവരം ലഭിച്ചു, പെരുന്നാൾ വരുന്നുണ്ട്, വീട്ടിൽ ഒന്നും ഇല്ല. അങ്ങനെ വലിയവരൊക്കെ സബർ ചെയ്യും, കുട്ടികളെ കാര്യം എന്ത് ചെയ്യണം? ഇത് കേട്ടിട്ട് ബഹുമാനപ്പെട്ട ഇമാം വാഖിദി റളിയല്ലാഹു അൻഹു ഇതാ തൻ്റെ ചങ്ങാതി, തൻ്റെ സുഹൃത്ത് ഒരു താജിറായ മനുഷ്യൻ്റെ അടുക്കലേക്ക് പോയി. കച്ചവടക്കാരനായ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി കടം ചോദിക്കാൻ പോയതാണ്. പക്ഷേ വാഖിദി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നെ കാണുമ്പോഴേക്ക് അദ്ദേഹമൊക്കെ മനസ്സിലായി 1200 ദിർഹം എനിക്കൊരു സഞ്ചിയിൽ വെച്ച് എനിക്ക് തരികയാണ്. അത് എടുത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ ഇരിക്കുമ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, ഹാഷിമി സുഹൃത്ത്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബത്തിലൊരു സഹോദരൻ, ഒരു സുഹൃത്ത് വന്നിട്ട് എന്നോട് കടം ചോദിച്ചു. ആ സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയോട് മഷവറ ചെയ്തു, ഭാര്യയോട് മുഷാവറ നടത്തി. എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം ചോദിക്കുന്നുണ്ട് എത്രയാണ്. ആ സമയത്ത് ഭാര്യ ചോദിക്കുകയാണ്, എത്ര നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത്? ആ സമയത്ത് ഇമാം വാഖിദി തങ്ങൾ പറഞ്ഞു, പകുതി അദ്ദേഹത്തിനും കൊടുക്കുക, പകുതി നമ്മളും വെക്കുക, അദ്ദേഹത്തിന്റെ കാര്യം നടക്കും, നമ്മുടെ കാര്യം നടക്കും. ആ സമയത്ത് ഭാര്യ പറയാണ്, വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്, നിങ്ങളൊരു സാധാരണ മനുഷ്യൻ നിങ്ങളെ ചങ്ങാതിന്റെ അടുക്കൽ പോയപ്പോൾ നിങ്ങൾക്ക് 1200 ദിർഹമാണ് ഒരു സഞ്ചിയിൽ തന്നിട്ടുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബത്തിലെ ആള് നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ സാധാരണ പോലെ അതിന്റെ പകുതിയാണോ നിങ്ങൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അത് മുഴുവനും അദ്ദേഹത്തിന് കൊടുക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം വാഖിദി റളിയല്ലാഹു അൻഹു അത് മുഴുവനും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിലുള്ള ആള് ചങ്ങാതിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് എത്തി. അദ്ദേഹം വീട്ടിലേക്ക് എത്തിയപ്പോൾ ആദ്യം കടം തന്ന താജിറായ മനുഷ്യൻ, കച്ചവടക്കാരനായ ആ മനുഷ്യൻ, ആ ഹാഷിമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിലുള്ള ആളടുക്കൽ വന്നിട്ട്, ഇതാ പെരുന്നാൾ അടുത്ത് വന്നിട്ടുണ്ട്, വീട്ടിൽ ഒന്നുമില്ല, എനിക്ക് കടം വേണം എന്ന് പറഞ്ഞപ്പോൾ അഹ്ലു ബൈത്തിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആ ഹാഷിമിയായ സുഹൃത്ത് ആ സഞ്ചി തന്നെ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ആ സമയത്ത് ഈ സഞ്ചി കണ്ട് താജിർ അത്ഭുതപ്പെടുകയാണ്. ഞാൻ ഇമാം വാഖിദിക്ക് കൊടുത്ത അതേ സഞ്ചിയാണല്ലോ ഇത്. അത്ഭുതത്തോടുകൂടെ ബഹുമാനപ്പെട്ടവർ അത്ഭുതപ്പെടുകയും എന്നിട്ട് ആ സഞ്ചി അവിടെ തന്നെ വെച്ച് യഥാർത്ഥം ഇതിൻ്റെ അറിയണമെന്ന നിലക്ക് ബഹുമാനപ്പെട്ട ഇമാം വാഖിദി റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നു. അങ്ങനെ വാഖിദി ഇമാമിന്റെ അടുക്കൽ വന്നിട്ട് വിഷയം ചോദിക്കുമ്പോൾ വിഷയങ്ങൾ അറിഞ്ഞു. താജിറായ മനുഷ്യന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിട്ടില്ല, ഈ കാണുന്ന 1200 ദിർഹം മാത്രമുണ്ടായിരുന്നു. ഇമാം വാഖിദി തങ്ങൾ ചോദിച്ചപ്പോൾ അത് കൊടുത്തതാണ്. ഇമാം വാഖിദി തങ്ങൾ അടുക്കൽ ഒന്നും ഉണ്ടായിട്ടില്ല ഇതല്ലാതെ. പക്ഷേ ആ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനേക്ക് കൊടുത്തതാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ഇത്രമാത്രം ഈസാറായിരുന്നു. മഹാന്മാർ പറയുന്നു, താരീഖ് ബഗ്ദാദിൽ കാണാം, യഹിയ ബിൻ ഖാലിദ് ബർമക്കി അന്ന് അവിടുത്തെ മന്ത്രിയാണ്. അദ്ദേഹത്തിനേക്ക് ഈസാറിന്റെ വിഷയം അറിഞ്ഞു, അള്ളാഹു അറിയിച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹം 10,000 ദീനാർ എടുത്ത് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ 2,000 ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിലുള്ള ആ ഹാഷിമിക്ക് 2,000, അതുപോലെ നിങ്ങളുടെ
കച്ചവടക്കാരനായ താജിർ, അദ്ദേഹത്തിനിക്ക് 2000, അതുപോലെ നിങ്ങൾക്ക് 2000, നിങ്ങളെ ഭാര്യയുടെ ഈ താമ് വെളിവാക്കിയതിന്റെ പേരിൽ നിങ്ങളെ ഭാര്യക്ക് 4000 ദീനാറ് കൊടുക്കണമെന്ന് പറഞ്ഞ സംഭവം താരീഖ് ബഗ്ദാദ് 3-ാം വാല്യം 2-ാമത്തെ പേജിൽ കാണുകയാണ്. ഇത്രമാത്രം ഈസാർ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ ഈസാറ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് യഥാർത്ഥ മഹബത്ത് ഉള്ളതിന്റെ അടയാളം ഈസാർ ഉണ്ടാകുമെന്ന് ഇമാം ഖസ്തലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മവാഹിബുൽ ലദുനിയിൽ പറഞ്ഞല്ലോ. ഏതായാലും നമ്മുടെ മുൻഗാമികളുടെ ഇഖ്ലാസ്, ഖുലൂസ് ലില്ലാഹി തആല എത്രമാത്രം ഉണ്ടായിരുന്നു, നീണ്ട ചരിത്രങ്ങളൊക്കെ കാണാം. അതിൽ ഒന്ന് ബഹുമാനപ്പെട്ട ഉയൂനുൽ അഖ്ബാറിൽ 1-ാം വാല്യം 172-ാമത്തെ പേജിൽ ഉമവി നേതാവായ മുസ്ലിമത്തുവിന് അബ്ദുൽ മലിക്കിന്റെ ഒരു ചരിത്രം നീണ്ടത് കാണാം. അവിടെ ഒരാൾ സജീവമായി പ്രവർത്തിച്ചതിന്റെ പേരിൽ ആ സംഘത്തിനൊക്കെ വിജയം കിട്ടി. പക്ഷേ ആരാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ സ്വന്തത്തെ മറച്ചു വെക്കുകയാണ്. അവന് വീണ്ടും വീണ്ടും അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം മുമ്പിലേക്ക് വന്ന് പറഞ്ഞു, അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ഞാൻ വെളിവായി, പക്ഷേ എനിക്കും നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ പേര് ചോദിക്കരുത്, ഞാൻ ഹയ്യുൻ ഖയ്യൂമായ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്തതാണ്, എന്നോട് പേര് ചോദിക്കാൻ പാടില്ല എന്ന് അത്രമാത്രം അങ്ങേ അറ്റത്തെ ഇഖ്ലാസ് വെളിവാക്കിയത് ഉയൂനുൽ അഖ്ബാർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലെ 1-ാം വാല്യം 172-ാമത്തെ പേജിൽ കാണാം. ഇത്രമാത്രം ഇഖ്ലാസ് വെളിവാക്കിയിരുന്ന മഹാന്മാരാണ് ആ മഹാന്മാർ. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈമാൻ കാമിലിന്റെ അടയാളം പറഞ്ഞ 70 ചില്ലാരം ശാഖകൾ ഈമാനിക്ക് ഉണ്ട്. അതൊരു മരം പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാദൃശ്യപ്പെടുത്തിയത്. തസ്ദീഖും ഖൽബുണ്ടായാൽ, നഫ്സുൽ ഈമാൻ ഉണ്ടായാൽ അത് മരമാണ്. അതിൻ്റെ ശാഖകളും അതിൻ്റെ ഇലകളും ആണ് മറ്റു അതിൻ്റെ ഫായിദകളും അതിൻ്റെ മംഫഅത്തുകളെല്ലാം. ഏതായാലും തസ്ദീഖുൽ ഖൽബുണ്ട്, നഫ്സുൽ ഈമാൻ ഉണ്ട്, എന്നാൽ മരമുണ്ടാകും. അതേ സ്ഥാനത്ത് അതിൻ്റെ കാമിലായ രൂപം 70 ചില്ലാറും ഈ ശാഖകൾ ഉണ്ടെങ്കിൽ അതിൽ ശാഖകൾ പോലെ ഉണ്ടാവും, ചിലത് ഇലകളെ പോലെ ഉണ്ടാവും. പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതും ഉണ്ടാകും, അതേപോലെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ഉണ്ടാകും. എന്നാൽ ആ കാര്യങ്ങൾ മുഴുവൻ ഉണ്ടെങ്കിൽ യഥാർത്ഥ ഒരു മരവും അതിൻ്റെ ഫയങ്ങളും അതിൻ്റെ ഫായിദകളും എല്ലാം ഉണ്ടാകും. അതേ സ്ഥാനത്ത് ശാഖകളൊന്നുമില്ല, തസ്ദീഖുൽ ഖൽബ് നഫ്സുൽ ഈമാൻ മാത്രമാണോ, എന്നാൽ ഫായിദ ഇല്ലാത്തൊരു മരം പോലെ ആയിരിക്കും. അതിനുവേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞത്, അൽ ഈമാനു ബിദ്ഉം വസബ്ഊന ശുഅബ എന്ന് അടയാളപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാമിലായ മുഅ്മിനീങ്ങളുടെ അടയാളം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ബഹുമാനപ്പെട്ട ബദ്റുദ്ദീൻ ഐനി റഹ്മത്തുള്ളാഹി അലൈഹി ഓരോന്നും എണ്ണിപ്പറഞ്ഞത് കാണാം. ഈമാന്റെ ആ ശാഖകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം പ്രവർത്തിച്ച് നമുക്ക് കാമില ഈമാനാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈമാൻ കാമിലാകണം. ലറൂറിയാത്തുദ്ദീൻ അതിനെ പരിപൂർണമായി വിശ്വസിക്കുമ്പോഴോ നമ്മൾ യഥാർത്ഥ മുസ്ലിം ആവുകയുള്ളൂ. അതുപോലെ ലറൂറിയാത്തു അഖായിദ് അഹ്ലി സുന്ന അത് പരിപൂർണമായി വിശ്വസിക്കുമ്പോഴേ നമ്മൾ യഥാർത്ഥ സുന്നി ആവുകയുള്ളൂ. അതോടുകൂടെ നമുക്ക് ഈമാൻ കാമിലാകാൻ നമുക്ക് മഹത്തുക്കളൊക്കെ പഠിപ്പിച്ച പുണ്യകർമ്മങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ സ്വഭാവം നന്നാക്കലും, നമ്മുടെ വിശ്വാസം, പ്രവർത്തനം, സ്വഭാവമെല്ലാം നന്നാക്കി ഇബാദത്തിൻ്റെ കാര്യം എല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ ഈമാൻ കാമിലാകും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതായത് ബദ്റുദ്ദീൻ ഐനി റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യം പറഞ്ഞ അഖീദയോട് ബന്ധപ്പെട്ട 30ഓളം കാര്യങ്ങൾ, അതിൽ ഒന്നാമത്തെ അള്ളാഹുവിൻ്റെ ദാത്ത്, സിഫാത്ത്, വഹദാനിയത്തിൽ ഈമാൻ കൊണ്ടുവരിക എന്നതാണ്. അള്ളാഹുവിൻ്റെ മിസിൽ ആരുമില്ല എന്നതിലേക്ക് നാം പരിപൂർണമായി വിശ്വസിക്കുകയും ചെയ്യുക. അതിൽ അള്ളാഹ് ആദ്യം പറഞ്ഞത് അൽ ഈമാനു ബില്ലാഹ്. യഥാർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ, പറയുകയാണെങ്കിൽ ഈമാനും ബില്ലയാണ്. ഈമാനും ബില്ലാഹി അതാണ് എല്ലാത്തിൻ്റെയും അടിത്തറ, ഫൗണ്ടേഷൻ, റുക്നുൻ ആളം. ഈമാനിൻ്റെ റുക്നുൻ ആളമാണ് അൽ ഈമാനു ബില്ലാഹ്. ആമന്തു ബില്ലാഹി കമാ ഹുവ ബി അസ്മാഇഹി വ സിഫാത്തിഹി വ ഖബിൽതു ജമീഅ അഹ്കാമിഹി എന്ന് ഇജ്മാൽ എന്ന നിലക്ക് മൊത്തത്തിൽ നമ്മൾ പരിപൂർണമായി വിശ്വസിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ദാത്ത്, സിഫാത്ത്, അവൻ്റെ വഹദാനിയത്ത് അതിൽ ഈമാന് കൊണ്ടുവരണം. അതോടുകൂടെ അവനിക്ക് മിസിലില്ല എന്നത് എല്ലാ മുസ്ലിമിനിക്കും വിശ്വസിക്കൽ നിർബന്ധമുള്ള കാര്യമാണ്. ഈ അഖീദ ഇല്ലെങ്കിൽ ഒരാൾ മുഅ്മിനാവുകയില്ല. ഈമാനു ബില്ലാഹ് എന്ന് പറഞ്ഞാൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫത്ഹുൽ ബാരി 1-ാം വാല്യം 156 പറഞ്ഞതുപോലെ അൽ ഈമാനു ബില്ലാഹി ഹുവ തസ്ദീഖ് ബി ഉജൂദിഹി വ അന്നഹു മുത്തസിഫുൻ ബി സിഫാത്തിൽ കമാലി മുനസ്സഹുൻ അൻ സിഫാത്തിൻ നഖ്സി. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉജൂദിൽ യഖീനാക്കുക, ഉറപ്പിക്കുക. അതോടുകൂടെ ഈതിഖാദ്, അല്ലാഹു തആലാന്റെ സിഫാത്ത് കമാൽ,
അള്ളാഹു താല സിഫാത്തുൽ കമാല് കൊണ്ട് മുത്തസിഫാണ്, അതുപോലെ സിഫാത്തുൽ നഖ്സി വൽ ഐബിനെ തൊട്ട് അള്ളാഹു ശുദ്ധനാണ് എന്ന് നാം വിശ്വസിക്കുകയെ ചെയ്യൂ. അപ്പോൾ ഈ അള്ളാഹുവിനെ കൊണ്ട് വിശ്വാസം ആവുകയുള്ളൂ. അതുപോലെ മുല്ല അൽ ഖാരി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഐ ബി തൗഹീദി ദാത്തിഹി വ തഫ്രീദി സിഫാത്തിഹി വ ബി ഉജൂബി ഉജൂദിഹി വ ബി സുബൂതി കറമിഹി വ ജൂദിഹി വ സായിരി സിഫാത്തി കമാലിഹി മിൻ മുഖ്തദയാത്തി ജലാലിഹി വ ജമാലിഹി. മുല്ല അൽ ഖാരി റഹ്മത്തുള്ളാഹി മിർഖാത്തുൽ മഫാത്തിഹി 1-ാം വാല്യം 55-ാമത്തെ പേജിൽ പറഞ്ഞു, ഈമാനും ബില്ലയുടെ അർത്ഥം അള്ളാഹുവിനെ ഒരുവനാക്കുക, അള്ളാഹുവിനെ ഒരുവനാണെന്ന് വിശ്വസിക്കുക, അവന്റെ സിഫാത്തിൽ അവൻ തുല്യത ഇല്ലാത്തവനാണ്, അവൻ വാജിബുൽ വജൂദാണ് യഖീനാക്കുക, അവന്റെ ജൂദും കറമും അവന്റെ ജലാലും ജമാലും അതിൻ്റെ എല്ലാ മുക്തതകൾ എല്ലാം സിഫാത്തുൽ കമാലിന്റെ സുബൂത്ത് അതെല്ലാം വിശ്വസിക്കുക. അള്ളാഹുവിന്റെ കമാലിന്റെ സിഫാത്തിൽപ്പെട്ട ജലാല് ജമാലിന്റെ മുക്തതകൾ എല്ലാം പരിപൂർണമായി വിശ്വസിക്കുക. അതാണ് അബ്ദുൽ ഹഖ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അശിഅത്തുൽ അംആത്തിൽ പറഞ്ഞത്, ഈമാന്റെ യഥാർത്ഥം അള്ളാഹുവിന്റെ ദാത്ത്, അള്ളാഹുവിന്റെ സുബൂത്തിയായ സിഫാത്തും സലബിയായ സിഫാത്തും മനസ്സുകൊണ്ട് വിശ്വസിക്കുക, ഉറപ്പിക്കുക. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ അയബുകളെ തൊട്ടും അതുപോലെ ഹാദിസാകുന്ന ഹുദൂസിന്റെ എല്ലാ അടയാളങ്ങളെ തൊട്ട് ശുദ്ധനാണ് എന്ന് യഖീനാക്കുക, ഉറപ്പിക്കുക. ഇതാണ് മഹാന്മാരൊക്കെ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ വജൂദ്, അള്ളാഹുവിന്റെ വഹദാനിയത്ത്, അള്ളാഹുവിന്റെ ദാത്ത് സിഫാത്ത് മനസ്സുകൊണ്ട് ഉറപ്പിക്കുകയും വിശ്വസിക്കുകയും അവന്റെ ദാത്ത് സിഫാത്തിൽ അവൻ ഒരുവനാണെന്ന് വിശ്വസിക്കുകയും അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സിഫാത്ത് കമാലിന്റെ ജാമിയാണ്, അവൻ എല്ലാ കമാലിന്റെ സിഫത്തുള്ളവനാണ്. അതുപോലെ സിഫാത്തുൻ നഖ്സി വൽ ഐബ്, ന്യൂനതകളുടെയും വീഴ്ചകളുടെ എല്ലാ സിഫത്തും തൊട്ട് അള്ളാഹു ശുദ്ധനാണ് എന്ന് ഉറപ്പിക്കുക, വിശ്വസിക്കുക. അതെല്ലാം ഈമാനും ബില്ലയിൽ പ്രവേശിച്ചതാണ് എന്ന് മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആലാന്റെ ദാത്ത് സിഫാത്തിൽ അള്ളാഹു തആലാന്റെ ദാത്ത് സിഫാത്തിൽ വിശ്വസിക്കേണ്ട രൂപങ്ങൾ എന്തെല്ലാം, ഇസ്ലാമിന്റെ വിശ്വാസം എന്താണ്, മുസ്ലിമീങ്ങൾ ഓരോന്നും വിശ്വസിക്കേണ്ടത് എന്താണ് എന്ന് പറഞ്ഞാൽ മഹാന്മാർ പറയുന്നു, അള്ളാഹു ഒരുവനാണ്, അവന് ശരീക്കില്ല, അവൻ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും അള്ളാഹുവിനിക്ക് ശരീക്കില്ല, അഹ്കാമിലും അസ്മായിലും ഒന്നും അള്ളാഹുവിനിക്ക് ശരീക്കില്ല, കൂട്ടുകാരൻ ഇല്ല, അവൻ വാജിബുൽ ഉജൂദാണ്, അവന്റെ ഉജൂദ് ലറൂറിയാണ്, ഉണ്ടായേ പറ്റൂ, അവന്റെ അദമ് മുഹാലാണ്, അവൻ ഖദീമാണ്, അസലിയാണ്, പണ്ടേ ഉള്ളവനാണ്, എപ്പോഴും അവൻ ബാക്കിയാണ്, അവശേഷിക്കുന്നവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ, അതുപോലെ ഈ സൂറത്തിൽ അള്ളാഹു തആല വഹദാനിയത്തും അവൻ സമധാനിയത്തുള്ളവനാണ്, മറ്റുള്ളവർക്ക് ആവശ്യമില്ലാത്തവനാണ്, അതോടുകൂടെ അവൻ ഒരുവനാണ്, എല്ലാ നിലക്കും ലം യലിദ് വലം യൂലദ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഫനാഇന്റെയും ഹുദൂസിന്റെ ശുബ്ഹത്തുകളോടവൻ ശുദ്ധനാണെന്ന് വെളിവാക്കുകയാണ്. ഫനാ നശിക്കുക, അതുപോലെ ഹുദൂസ് ഹാദിസാകുക, പിന്നെ ഉണ്ടാകുക എന്നതിൻ്റെ ശുബ്ഹത്തുകളെ തൊട്ടെല്ലാം അള്ളാഹു ശുദ്ധനാണ്. കാരണം ഒരു വാപ്പയാകുക അല്ലെങ്കിൽ മകനാകുക, ലം യലിദ് വലം യൂലദ് ആകാന്ന് പറഞ്ഞാൽ ഫാനി ഹാദിസ് അതിൻ്റെ വസ്തുക്കളുടെ ഖുസൂസിയത്തുകൾ, ഒരു വാപ്പയാകുക മകനാകുക എന്ന് പറഞ്ഞാൽ ഫാനിയുടെയും ഹാദിസായ വസ്തുക്കളുടെ ഖുസൂസിയത്തുകളാണ്, പ്രത്യേകതകളാണ്. അതിനെ തൊട്ടൊക്കെ അള്ളാഹു തആല ശുദ്ധനാണ്. അള്ളാഹുവിൻ്റെ ദാത്ത് അതുപോലെ അവന്റെ സിഫാത്ത് എല്ലാം ഖദീമാണ്. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞതുപോലെ, അതുപോലെ അവന്റെ ദാത്ത് ഖദീം അസലി അബദിയാണ്, അതുപോലെ അവന്റെ സിഫാത്തും ഖദീമും അസലി അബദിയാണ്, അവന്റെ സിഫാത്ത് മഖ്ലൂഖല്ല എന്നെല്ലാം വിശദമായി അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ട് വിശ്വാസത്തിൽ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി. അത് പരിശുദ്ധ ഖുർആൻ പഠിച്ചു, അവന്റെ ദാത്ത് പഠിപ്പിച്ചു. അവന്റെ ദാത്തിന്റെ ഇദ്റാക്ക് അഖലിൽ മുഹാലാണ്, ലാ തുദ്രിക്കുഹുൽ അബ്സാർ. അതുപോലെ ഹയാത്തും ഖുദ്റത്തും കേൾക്കലും കാണലും കലാമും ഇൽമും ഇറാദത്തും ഇതെല്ലാം അള്ളാഹുവിന്റെ സിഫാത്ത് ദാത്തിയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത് ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വല്ലാഹു സമീഉൻ അലീം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലത്ത് പരിശുദ്ധ ഖുർആനിൽ പറയാണ്, ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ ഇന്ന റബ്ബക ഫഅാലു ലിമാ യുരീദ് വകല്ലമല്ലാഹു മൂസാ തക്ലീമാ. എന്നാൽ ഒരു കാര്യം നാം ചിന്തിക്കേണ്ടതുണ്ട്, അവൻ കേൾക്കുന്നതും കാണുന്നതും അവന്റെ കലാമും അത് ചെവി കൊണ്ടോ കണ്ണുകൊണ്ടോ നാവ് കൊണ്ടോ അല്ല, അതെല്ലാം ജിസ്മുകളാണ്, ശരീരങ്ങളാണ്. ശരീരങ്ങളെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ശുദ്ധനാണ്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല ജിഹത്തിനെ തൊട്ടും ഭാഗങ്ങളെ തൊട്ടും സ്ഥലത്തെ തൊട്ടും കാലത്തെ തൊട്ടും ഹറക്കത്ത് സുക്കൂന് ശക്ല് സൂറത്ത് ഇതിനെല്ലാം തൊട്ട് അള്ളാഹു തആല ശുദ്ധനാണ് എന്നൊക്കെ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ കമാലുള്ള
സിഫാത്തുകൾ എല്ലാം ഉള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു തആല. എല്ലാ അയബിൻ്റെയും നുക്സാനിൻ്റെയും എല്ലാ സിഫത്തിനും അള്ളാഹു തആല ശുദ്ധനാണ്. അതെല്ലാം അള്ളാഹുവിനിക്ക് മുഹാലാണ്. കളവ് തുടങ്ങിയ അതിനെ തൊട്ടൊക്കെ അള്ളാഹു തആല ശുദ്ധനാണ്. ഒമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ എന്നൊക്കെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നിസാ 87 ആയത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല അസ്ദഖ് എന്നൊക്കെ പറയും. അള്ളാഹു ഏറ്റവും വലിയ അസ്ദഖാണ്. കാരണം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ എതിരാളികൾ അള്ളാഹു സുബ്ഹാനഹു തആല കളവ് പറയൽ മുംകിനാണെന്നൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച, ഹദീസ് പഠിപ്പിച്ച, അയിമത്ത് വിശദീകരിച്ച ആ പരിശുദ്ധമായിരിക്കുന്ന വിശ്വാസം ഇമാം ബൈളാവി റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുൻ നിസാ 87 വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇൻകാറു അൻ യകൂന അഹദുൻ അക്സറ സുദ്ഖൻ മിൻഹു ഫഇന്നഹു ലാ യതതറഖുൽ കദിബു ഇലാ ഖബരിഹി ബിവജ്ഹിൻ ലഅന്നഹു നഖ്സുൻ വഹുവ അലല്ലാഹി മുഹാൽ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കാളും സത്യമുള്ളവൻ ആരുമില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവിനിക്ക് കദിബ് ഒരിക്കലും ഉണ്ടാവുകയില്ല. കദിബ് അയ്ബാണ്, ന്യൂനതയാണ്, വീഴ്ചയാണ്. അത് അള്ളാഹുവിനിക്ക് മുഹാലാണ്, അത് ഒരിക്കലും ഉണ്ടാവുകയില്ല. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട അല്ലാമ കമാലുദ്ദീൻ മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ മുസായറ ഷറഹ് മുസാമറ പറഞ്ഞത്, യസ്തഹീലു അലൈഹി തആല സിഫാത്തുൻ നഖ്സി കൽ ജഹ്ലി വൽ കദിബി. അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ജഹ്ല്, കദിബ് ഇങ്ങനെയുള്ള അയ്ബുകളെല്ലാം അള്ളാഹുവിൻ്റെ മേൽ മുഹാലാണ്, ഒരിക്കലും ഉണ്ടാവുകയില്ല. വ ഖലഖ കുല്ല ഷൈഅ, അള്ളാഹു എല്ലാ വസ്തുക്കളെയും പടച്ചവനാണ്. വലില്ലാഹി മാഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശങ്ങളിലുള്ളതും ഭൂമിയുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ മിൽക്കിലാണ്. അള്ളാഹു എല്ലാത്തിൻ്റെയും മാലിക്കാണ്. അതുപോലെ അവൻ ഭക്ഷണം, അവൻ റിസ്ക് നൽകുന്നവനാണ്. ഇന്നല്ലാഹ ഹുവ റസാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, അതുപോലെ അവൻ ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവനാണ്. വല്ലാഹു യുഹീ വ യുമീത്, അതുപോലെ അവനിലേക്ക് എല്ലാവർക്കും മുഹ്താജാണ്. അവൻ ആരിലേക്കും മുഹ്താജല്ല. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ് സൂറത്തുൽ ഫാത്തിർ 15. അതുപോലെ അവൻ ഉദ്ദേശിച്ചതെല്ലാം അവൻ പ്രവർത്തിക്കുന്നു, ആരും അവനെ വിലങ്ങുന്നവനില്ല. വയഫ്അലുല്ലാഹു മാ യശാഅ സൂറത്തു ഇബ്രാഹിം 27. അതുപോലെ അവൻ ലാഹിറും ഖഫിയും എല്ലാം അറിയുന്നവനാണ്. ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ. അങ്ങനെ എല്ലാ നിഅമത്തും എല്ലാ ഇസ്സത്തും എല്ലാ ദില്ലത്തും അവൻ്റെ അധികാരത്തിലാണുള്ളത്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇസ്സത്ത് നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ദില്ലത്ത് നൽകുന്നു. അവനാണ് അസീസാക്കുന്നവൻ, അവനാണ് ദലീലാക്കുന്നത്. സൂറത്ത് ആലി ഇമ്രാൻ 26 പറഞ്ഞതുപോലെ, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഅ വതൻസിഉൽ മുൽക മിമ്മൻ തശാഅ വതുഇസ്സു മൻ തശാഅ വതുദില്ലു മൻ തശാഅ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുപോലെ അവൻ ഉദ്ദേശിക്കുന്നവരെ അമീറാക്കും, അവൻ ഉദ്ദേശിക്കുന്ന ഫഖീറാക്കും. കൈവുള്ളവനും സാമ്പത്തുള്ളവനും അതുപോലെ പാവപ്പെട്ടവനും ആക്കുന്നെല്ലാം അല്ലാഹു തആലയാണ്. സൂറത്തുർ റൂം 37 പറഞ്ഞതുപോലെ, അവലം യറൗ അന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. അതുപോലെ അവനാണ് ഇബാദത്തിന് അർഹനായത്. ലാ ഇലാഹ ഇല്ലാഹു ഫഅന്നാ തുഫകൂൻ സൂറത്തുൽ ഫാത്തിർ 3. അതുപോലെ അവനല്ലാതെ ഇബാദത്തിന് അർഹനില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതുപോലെ അവനിക്ക് യാതൊരു ശരീക്കുമില്ല. ലാ ശരീക ലഹു. അതുപോലെ അവനിക്ക് പിതാവോ മകനോ ഭാര്യയോ അല്ലെങ്കിൽ കുടുംബങ്ങളോ എല്ലാത്തിടത്തും അല്ലാഹു തആല ശുദ്ധനാണ്. വന്നഹു തആല ജദ്ദു റബ്ബിന മത്തഖദ സാഹിബത്തൻ വലാ വലദാ സൂറത്തുൽ ജിന്ന് 3. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഷഅ്ന് വണ്ണമായതാണ്. അവനിക്ക് യാതൊരു മാതാപിതാക്കളോ അല്ലെങ്കിൽ ഭാര്യ സന്താനങ്ങളോ ഒന്നും, അള്ളാഹു അതിനെ തൊട്ടൊക്കെ ശുദ്ധനാണ്. അള്ളാഹു സമദ് ലം യലിദ് വലം യൂലദ്. അതുപോലെ അവൻ വലിയ കാരുണ്യമുള്ളവനാണ്. അർ റഹ്മാനുർ റഹീം. അതുപോലെ അവൻ്റെ പിടുത്തം, അവൻ്റെ അദാബ് ശക്തമായതാണ്. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ് സൂറത്തുൽ ബുറൂജ് 12. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദാബ് ചെയ്താൽ അത് വലിയ ഒരു ശക്തമായിരിക്കും. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹ്ലായ ഫളൽ കൊണ്ട് ആഖിറത്തിൽ ഈമാൻ ഉള്ള ആളുകൾക്ക് സ്വർഗ്ഗം നൽകുന്നു. വമൻ യുതിഇല്ലാഹ വ റസൂലഹു യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകുന്നു എന്ന് സൂറത്തുൽ ഫത്ഹ് 17. അതുപോലെ നിഷേധികൾക്ക് അവിശ്വാസികൾക്ക് നരകം നൽകുന്നു. വമൻ യഅസില്ലാഹ വ റസൂലഹു വ യതഅദ്ദ ഹുദൂദഹു യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹാ വലഹു അദാബുൻ മുഹീൻ. അല്ലാഹുവിൻ്റെ അദൽ
സൂറത്തു നിസാ 14-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ അവിശ്വാസികൾക്ക്, സത്യനിഷേധികൾക്ക് അവൻ നരകം നൽകുന്നു. അതുപോലെ നമ്മളെല്ലാം അവൻ്റെ അടിമകളാണ്. അവൻ നമ്മുടെ മാലിക്കും മഅബൂദാണ്. ബല്ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് കുല്ലുല്ലഹു ഖാനിതൂൻ. അവൻ്റെ മിൽക്കിലാണ് നമ്മളൊക്കെ. ഇങ്ങനെയുള്ള വാക്കുകൾ, ഈ വിശ്വാസങ്ങളെല്ലാം നമ്മുടെ മനസ്സുകൊണ്ട് വിശ്വസിക്കുകയും അതിൽ ഈമാൻ കൊണ്ടുവരൽ അത്യാവശ്യമാണ്, നിർബന്ധമാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി. ഏതായാലും നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം നാം ശരിപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ വിശ്വാസങ്ങളും അതോട് ഈമാൻ കാമിലാക്കാൻ വേണ്ടി നമ്മുടെ പ്രവർത്തനങ്ങൾ, സ്വഭാവങ്ങളെല്ലാം അള്ളാഹു തആല നന്നാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ഖൈറുകൾക്ക് തൗഫീഖുകൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമന്തു ബില്ലാഹി കമാ ഹുവ ബി അസ്മാഇഹി വസിഫാതിഹി وقبلت جميع أحكامه آمنت بالله وملائكته وكتبه ورسله واليوم الآخر والقدر خيره وشره من الله تعالى أشهد أن لا إله إلا الله وأشهد أن سيدنا محمدا عبده ورسوله صلى الله تعالى عليه وعلى آله وصحبه وسلم تسليما كثيرا كثيرا كثيرا. دعاء ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.